ആലുവ മണപ്പുറത്ത് നിന്നാണ് ആൻമരിയ ചേരാൻ പോകുന്നത്. ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി എന്ന വാർത്ത ആൻമരിയ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആൻമരിയ, ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലുവ ശിവക്ഷേത്രത്തിന്റെ മുൻപിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം എത്രയധികം വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് ആലുവ ശിവക്ഷേത്രത്തിൽ ഈ രീതിയിലേക്ക് വെള്ളം കയറുന്നത്. ഇപ്പോഴും വെള്ളം ഉയർന്നു വരുന്നുണ്ട്, ക്ഷേത്രത്തിനുള്ളിലേക്ക് വെള്ളം കയറുന്നുണ്ട്. ആ രീതിയിലേക്ക് വെള്ളത്തിന്റെ ശക്തിയും പ്രാപിക്കുന്നുണ്ട്. കാരണം മലങ്കര ഡാമിന്റെ ഉൾപ്പെടെയുള്ള ഷട്ടറുകൾ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെരിയാർ തീരത്തുള്ളവർക്ക് നേരത്തെ തന്നെ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ രീതിയിൽ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നതും പിന്നെ പെരിയാറിന്റെ നീരൊഴുക്ക് കൂടുന്നതും ആ രീതിയിലേക്ക് ഈ ആലുവ ശിവക്ഷേത്രത്തിലേക്ക് വെള്ളം എത്തുന്നതിന്റെ ശക്തി കൂടുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് ഈ രീതിയിൽ വെള്ളം കയറുന്നത്. എല്ലാ തവണയും ആലുവ ശിവക്ഷേത്രം നോക്കുകയാണ് എങ്കിൽ എല്ലാ കാലവർഷവും ആലുവ ശിവക്ഷേത്രത്തിൽ ഈ രീതിയിൽ വെള്ളം കയറുന്നതാണ്. പക്ഷേ കാലവർഷം ഈ തവണ കുറച്ച് നേരത്തെയാണോ, അതുകൊണ്ട് തന്നെ ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറിയിരിക്കുന്നതും അല്പം നേരത്തെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ക്ഷേത്രത്തിനുള്ളിലേക്ക് വെള്ളം കയറിയിട്ടില്ല, എന്നിരുന്നാൽ പോലും ഈ പരിസര ഭാഗങ്ങളിലേക്കെല്ലാം ആലുവ ശിവക്ഷേത്രത്തിന്റെ ചുറ്റുഭാഗങ്ങളിലേക്കെല്ലാം വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. കാരണം നമ്മൾ ആ വെള്ളത്തിൽ കൂടെ നടക്കുന്നുമുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കത് വ്യക്തമാകുന്നുമുണ്ട്. ഈ രീതിയിൽ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ഈ രീതിയിൽ പല ഭാഗങ്ങളിലും ആലുവ ശിവക്ഷേത്രം മാത്രമല്ല ജില്ലയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ഈ രീതിയിൽ വെള്ളക്കെട്ടുണ്ട്. കാരണം ആ രീതിയിലേക്ക് മഴയുടെ ശക്തിയും പ്രാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കുകയാണ് എങ്കിൽ ചെറിയ രീതിയിലൊരു മഴയ്ക്ക് ശമനമുണ്ടെങ്കിൽ പോലും നമുക്ക് മഴ കുറഞ്ഞു എന്നൊരു പറയാനായിട്ടും സാധിക്കുകയില്ല. ആൻമരിയ, വെള്ളത്തിൽ നിന്ന് കയറിക്കോളൂ. ആൻമരിയാണ് ആലുവ മണപ്പുറത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്നത്.